എല്ലാവർക്കും നമസ്കാരം. പോസിബിലിറ്റീസ് ആൻഡ് അഡ്വേഴ്സിറ്റീസിൻ്റെ ചാപ്റ്റർ 6 ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചുകൊണ്ടത്. ചാപ്റ്റർ 6 മെയിനായിട്ട് പറയുന്നത് ദ 9 C's ഓഫ് സക്സസ്, വിജയിക്കുന്നതിനുള്ള 9 Cകളെ കുറിച്ചാണ്. അതിൽ നമ്മൾ പറഞ്ഞു ക്യൂരിയോസിറ്റി, കോപ്പറേഷൻ, സെൽഫ് കൺട്രോൾ, കൺസൾട്ടേഷൻ, കൺസിസ്റ്റൻസി, സെൽഫ് കോൺഫിഡൻസ്, കറേജ്, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോമ്പറ്റൻസ്. ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അതിൽ ഏറ്റവും ആദ്യമുള്ള ക്യൂരിയോസിറ്റി. അതായത് ഈ ക്യൂരിയോസിറ്റി നമ്മുടെ ആക്ച്വലി ഒരുവൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ദ വോളിയൂം ഓഫ് ക്യൂരിയോസിറ്റി ഈസ് ഹാവിങ്. ഒരാളുടെ ക്യൂരിയോസിറ്റിയാണ് കണ്ടെത്താനുള്ള വാഞ്ച. അതായത് ഈ ലോകത്തിൽ ഇന്ന് മനുഷ്യൻ ഭൂഖണ്ഡങ്ങൾ വിട്ട് ഭൂഖണ്ഡങ്ങളിലേക്ക് പോയത് എങ്ങനെയാണ്? അപ്പുറത്ത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അറിയാനുള്ള ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റിയാണ് മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുന്നതെന്നായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോപ്പറേഷൻ. ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടുന്ന ഒരു ഘടകമാണ് കോപ്പറേഷൻ. ഈ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, കോർപ്പറേഷൻ മേക്ക് കോർപ്പറേഷൻ എ റിയാലിറ്റി. അതായത് പല ആളുകൾ കോപ്പറേറ്റ് ചെയ്യുന്നത് വഴി ബിഗ് കോർപ്പറേഷനുകൾ ഇവിടെ സാധ്യമാവുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ എത്രമാത്രം കോപ്പറേറ്റ് ചെയ്യുന്നു, കോപ്പറേഷൻ വീടിനുള്ളിൽ കോപ്പറേഷൻ, ഓഫീസിൽ കോപ്പറേഷൻ, സമൂഹത്തിൽ കോപ്പറേഷൻ. അപ്പം പരസ്പര സഹകരണം. കാരണം എന്തുകൊണ്ട് പരസ്പര സഹകരണം ആവശ്യമാണ്? കാരണം ഓരോ വ്യക്തിക്കും ഓരോ ക്വാളിറ്റീസ് ഉണ്ട്, ഓരോ സ്കില്ലുണ്ട്, ഓരോ എബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പലരുടെയും ടാലൻസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് നമ്മൾക്ക് ഇതൊരു എക്സ്ചേഞ്ചിങ്, ഒരു ബാർട്ടർ സിസ്റ്റമാണ്, കൊടുക്കൽ വാങ്ങൽ സിസ്റ്റമാണ്. ഈ ലോകം മുഴുവൻ ഇപ്പോഴും നിലനിൽക്കുന്ന കൊടുക്കൽ വാങ്ങൽ സിസ്റ്റമാണ്. പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം മാറി അത് നോട്ടിലേക്കും കറൻസിയിലേക്കും വന്നു. പക്ഷേ എന്നാലും സംഭവം ഒന്ന് തന്നെ, ഒരു സാധനത്തിന് അഗൻസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ പ്രൈസ് കൊടുക്കുന്നു. ഇവിടെയും കോപ്പറേഷന് വർക്ക് ചെയ്യുന്നത് ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ്. കാരണം നമ്മളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് കോപ്പറേറ്റ് ചെയ്യും, മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുമ്പോൾ അതൊരു സംസാരമാകാം, ഒരു സപ്പോർട്ടാകാം, ഒരു മാനസിക പിന്തുണയാകാം, ഒരു സാമ്പത്തികമായിട്ടുള്ള സഹകരണമാകാം, ഐഡിയകൾക്കുള്ള സഹകരണമാകാം. അങ്ങനെ മൾട്ടിപ്പിൾ സ്കിൽസുകളെ ഏകോപിപ്പിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയും എന്നാണ് കോപ്പറേഷൻ എന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ഈ കോപ്പറേഷൻ ഇല്ല എങ്കിൽ നിലനിൽപ്പ് തന്നെ ഇല്ല. അപ്പം ഈ കോപ്പറേഷൻ പലപ്പോഴും നമ്മളെ സാമൂഹ്യ ജീവിയായി ജീവിക്കാൻ സഹായിക്കുന്ന ഘടകം ഈ കോപ്പറേഷൻ തന്നെയാണ്. ഉദാഹരണത്തിന് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കറിയാം, വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോമൺ ഏരിയയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹൈജീൻ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ കോമൺ ഏരിയയിൽ നമ്മൾ പബ്ലിക് യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യുന്ന ഇതെല്ലാം കോപ്പറേഷൻ്റെ പരിധിയിൽ വരും. ഈ കോപ്പറേഷൻ ഉള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ പെയിൻ മനസ്സിലാക്കാനും അതുപോലെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവർ സമൂഹത്തിന് വേണ്ടുന്ന ഒരാളായി ജീവിക്കാനും ഈ കോപ്പറേഷൻ മനുഷ്യരെ സഹായിക്കും. അപ്പം നമ്മൾ ഈ കോപ്പറേഷൻ ഹാബിറ്റ് കൂടുതൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ സക്സസ്സിലേക്ക് നയിക്കും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളെല്ലാം ഇന്ന് ഈഗോയാൽ ഡ്രിവൺ ചെയ്യപ്പെടുന്ന ആളുകളാണ്. നമുക്കെല്ലാം ഈഗോയാണ്. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ എന്തിനു സംസാരിക്കണം. അപ്പോൾ സംസാരിക്കാതെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമുക്കൊരിക്കലും ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ കഴിയില്ല. വരും സെഷനുകളിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കും. അപ്പം വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പം ഈ കോപ്പറേഷൻ ജീവിതത്തിലെ പരസ്പര സഹകരണം, അത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും സമൂഹത്തോടാണെങ്കിലും ഉള്ള സഹകരണം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൽ കോപ്പറേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സ്കിൽ എക്സ്ചേഞ്ച്, നോളജ് എക്സ്ചേഞ്ച് പലതും സംഭവിക്കുന്നുണ്ട് ഈ കോപ്പറേഷനിലൂടെ. അപ്പം പുതിയ ആശയങ്ങളെ ചിലപ്പോൾ നമുക്ക് ഒറ്റ ഒരാളായിട്ട് മാത്രം നമ്മുടെ ആശയങ്ങളെ ഫലത്തിലെത്തിക്കാൻ കഴിയില്ല. നമ്മൾ ഒരാൾ മാത്രമായിട്ട്, ഇപ്പോൾ നമ്മളൊരു സിംഗിൾ ഫിംഗർ കൊണ്ട് വർക്ക് ചെയ്യുന്നതും ഈ 5 ഫിംഗേഴ്സും ചേർന്ന് വർക്ക് ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് സഹകരണം കൊണ്ടുണ്ടാകുന്ന നേട്ടം. അപ്പം നിങ്ങൾക്ക് ബൃഹത്തായ ഐഡിയാസൊക്കെ ഉണ്ടാകാം. ഈ ഐഡിയാസിനെ പലപ്പോഴും അത് പ്രാക്ടിക്കലായിട്ട് ഒരു റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്നതിന് സഹകരണം ആവശ്യമാണ്. അപ്പോൾ എങ്ങനെ ഈ സഹകരണ മനോഭാവം നമുക്ക് ജനറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ഈ സഹകരണ മനോഭാവം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മീഡിയാസിലൊക്കെ അടിമപ്പെട്ട് ഇൻട്രാക്ഷൻ കുറഞ്ഞിരിക്കുന്നു, മറ്റുള്ളവരുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരിക്കുന്നു. ഈ ഇൻട്രാക്ഷൻ കുറയുന്നതുകൊണ്ട് തന്നെ അവരുടെ പെയിൻ എന്താണെന്ന്, അല്ലെങ്കിൽ അടുത്ത് താമസിക്കുന്ന ആളുടെ പെയിൻ എന്താണെന്ന് അടുത്ത് ആര് താമസിക്കുന്ന പോലും ആളുകൾക്ക് തിരിച്ചറിയുന്നില്ല. കാരണം എന്താ? ആ കോപ്പറേഷൻ ഇല്ല. എല്ലാം സ്വിഗ്ഗിയും സൊമാറ്റോയും നമുക്ക് കൊണ്ടുതരുന്നു, നമുക്ക് ആരുടെയും ആവശ്യമില്ല, നമ്മുടെ മുറിക്കുള്ളിൽ തന്നെ നമുക്ക് ജീവിച്ചു പോകാം എന്നൊരു തോന്നൽ നമ്മൾ ഡെയിലി ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ പക്ഷേ അതുകൊണ്ടൊരിക്കലും നമ്മൾ ഒരു ജീവിത വിജയം നേടാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കോപ്പറേഷൻ ഇല്ലാതെ ഒന്നും തന്നെ നടക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കോപ്പറേഷനുള്ള ഹാബിറ്റ് ആദ്യമായിട്ട് ജനറേറ്റ് ചെയ്യണം. ഈ കോപ്പറേഷനുള്ള ഹാബിറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിന് മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കുക. നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക, മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കുക. ഒന്ന്, അത് വിശദമായിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ബുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം. അപ്പം ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക, അങ്ങനെ നമുക്ക് കോപ്പറേഷൻ ഹാബിറ്റ്സ് ജനറേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ സോഷ്യൽ ഗ്യാതറിങ്ങിലൊക്കെ തന്നെ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് സോഷ്യൽ ഗ്യാതറിങ്ങിന് ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. ലയൺസ് ക്ലബ്ബുകളുണ്ട്, പ്രൊഫഷണൽ ക്ലബ്ബുകളുണ്ട്. ചർച്ച് ആക്ടിവിറ്റീസിൽ ആക്റ്റീവായി പങ്കെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മഹല്ലുകളുടെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക. അതുപോലെ ഇന്ന് കല്യാണങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ പലർക്കും മടിയാണ്. യുവതലമുറയ്ക്കൊക്കെ കല്യാണങ്ങൾക്ക് പങ്കെടുക്കാൻ മടിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പിന്നെ ഇടവകയിൽ ഒരു കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ പോകേണ്ടത് പിള്ളേരുടെ പണിയാണ്. അപ്പം പിള്ളേരാണെന്നൊന്നും ധാരണയില്ല. അപ്പം ഞാനും ജ്യേഷ്ഠനും പോയിരിക്കണം. അപ്പോൾ അന്ന് കല്യാണത്തിന് പോവുക, അതൊക്കെ ഞങ്ങളുടെ ഒരുപാട് അനുഭവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ അന്ന് തന്നെ വളരെ ചെറുപ്പമായതിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ തന്നെ വീടിനെ റെപ്രസെൻ്റ് ചെയ്ത് പല കല്യാണങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാജുവലി ഞാനൊരു സോഷ്യൽ സിറ്റിസണായി മാറുന്നു. അപ്പം സമൂഹമായിട്ട് ഇടപഴകുന്ന ഒരു സിറ്റിസണായി മാറുന്നു. അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് മക്കളെ ഇത്തരം സാഹചര്യങ്ങൾ പങ്കെടുപ്പിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ കുട്ടികൾ പലതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കാറേ ഇല്ല. വിവാഹങ്ങളുണ്ടെങ്കിൽ, മരണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് കുടുംബ ചടങ്ങുകളുണ്ടെങ്കിൽ, അതുപോലെ ഈ കുടുംബ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുക. ഇന്ന് എല്ലാവർക്കും വലിയ വലിയ കുടുംബങ്ങളുണ്ട്. എത്ര കുടുംബങ്ങൾക്ക് കുടുംബയോഗങ്ങളുണ്ട്. ഈ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇപ്പം എൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 10,000-ലധികം ആളുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്പം വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ കുടുംബയോഗങ്ങളിലാണ് ഞങ്ങൾ പലപ്പോഴും ഇത് ഞങ്ങളുടെ ബന്ധുക്കളാണെന്ന് തന്നെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ കുടുംബയോഗങ്ങൾ പലപ്പോഴും നമുക്ക് കോപ്പറേഷൻ അതിനുള്ള പ്ലാറ്റ്ഫോമായിട്ട് വർക്ക് ചെയ്യും. അപ്പം നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ് നമ്മുടെ കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റുന്ന ഒന്നാണ് കുടുംബയോഗങ്ങൾ. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ. മതങ്ങളെയൊക്കെ നമ്മൾ ഒരു പരിധിവരെ പലരും ഇന്ന് മതങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിലും മതങ്ങളുടെ ഒരു നല്ല വശം കോപ്പറേഷൻ തീർച്ചയായിട്ടും അത് സങ്കുചിതമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നതില്ല. സങ്കുചിത ചിന്താഗതികളും മതങ്ങൾ വളർത്തുന്നുണ്ടെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. എന്നിരുന്നാലും ഈ മതങ്ങൾക്കൊക്കെ മറ്റൊരു സൈഡും കൂടെ നമ്മളുടെ ഈ കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, പിന്നെ അതുപോലെ തന്നെ ചാരിറ്റി ഓർഗനൈസേഷനുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ മിനിമം ടൈമെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പെയിൻ മനസ്സിലാക്കുക. അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഏറ്റവും ആവശ്യമായ സംഗതി നമ്മൾ എത്തിക്കലായി ചിന്തിക്കുക. അവരുടെ ഷൂസിൽ നിന്നുകൊണ്ട് നമ്മുടെ എതിരെ നിൽക്കുന്ന ആളിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മളുടെ ഈ കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി വർദ്ധിപ്പിക്കുക. അത് റെഗുലർലി നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നൊരു ശീലം നമ്മളിലുണ്ടാവണം. അയാൾക്ക് ഞാനിങ്ങനെ പ്രതികരിച്ചാൽ അയാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും. അപ്പം ആപ്തവാക്യങ്ങൾ തന്നെ പറയുന്നത് നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റിയെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിലേക്കായിട്ട് സോഷ്യൽ ഗ്യാതറിങ്ങിൽ പങ്കെടുക്കുക, കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ ഓഫീസിലൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുക, ലഞ്ച് അവേഴ്സിലൊക്കെ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ കോപ്പറേറ്റീവ് മൈൻഡ് സെറ്റിനെ ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് വഴി കോപ്പറേഷൻ ക്യാൻ ക്രിയേറ്റ് കോർപ്പറേഷൻ എ റിയാലിറ്റി. ഈ ലോകത്തിൽ വിജയിച്ചിട്ടുള്ള പല വലിയ സംരംഭങ്ങളും ഒരു ചായപ്പീടികയിലിരുന്ന് എക്സ്ചേഞ്ച് ചെയ്ത ആശയങ്ങളുടെ പരിവർത്തനമാകാം ആണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഉതകുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരം ഇൻട്രാക്ഷനിൽ കണ്ടെത്താൻ കഴിയും. എടുത്തു പറയട്ടെ, നമ്മളുടെ കോപ്പറേഷൻ അതിന് നമ്മൾ ലിബറേറ്റ് ആവണം നമ്മുടെ ഈഗോയിൽ നിന്ന്. അതായത് ഈ പുസ്തകത്തിൽ തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളൊരു ലിഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബറെ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ കൈ ഒരു 30 ഡിഗ്രി ഉയർത്താനും നിങ്ങളുടെ ചുണ്ട് 1/2 ഇഞ്ച് ഒരു പുഞ്ചിരിക്ക് വേണ്ടി വിടർത്താനും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒട്ടനവധി അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്ന. ഒരിക്കൽ കൂടെ പറയാം, ഒരു ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടി നിങ്ങളുടെ കൈ 30 ഡിഗ്രി ഉയർത്താനും നിങ്ങളുടെ ചുണ്ട് ഒരു പുഞ്ചിരിക്ക് വേണ്ടി 1/2 ഇഞ്ച് വികസിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ
ഈ ലോകത്തിൽ ഒട്ടനവധി സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമെന്ന് ഉറപ്പാണ്. അത് അത്തരമൊരു കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി, അതിനുള്ള ആ ഈഗോയിൽ നിന്ന് നമ്മൾ അത്തരമൊരു ഈഗോ, ഞാൻ എന്തിന് അവരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തിന് മറ്റൊരാളോട് ചിരിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്ന് മാറി നമുക്ക് അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ളത് നമുക്ക് വായിക്കാൻ കഴിയും. അത് ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാകാം. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക, മറ്റുള്ളവരോട് സഹകരിക്കുക, സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ സക്സസ്സിലേക്ക് നമ്മളെ എത്തിക്കുമെന്നാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും പറയുന്നത്. ഇനി തുടർന്ന് കേൾക്കാം.